ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ. ഇതിൽ നമ്മൾ നോക്കുക, ടീച്ചിങ് ആസ് എ പ്രൊഫഷനിൽ മെയിൻലി ചോദിക്കുന്ന ഒരു 3-4 ചോദ്യങ്ങളുണ്ട്. അതാണ് ഇവിടെ ഞാൻ ഫസ്റ്റ്ലി എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് റിഫ്ലക്റ്റീവ് ടീച്ചർ എന്നുള്ളത്. റിഫ്ലക്റ്റീവ് ടീച്ചർ, അതിൽ 2 ക്വസ്റ്റ്യനും അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വരുന്നത്. ഒന്ന്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് റിഫ്ലക്ഷൻ, ഡിസ്കസ് ദി ടെക്നിക്സ് യു വിൽ അഡോപ്റ്റ് ടു ഡെവലപ്പ് യുവർ സെൽഫ്സ് ആസ് എ റിഫ്ലക്റ്റീവ് ടീച്ചർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ സെയിം ആൻസർ ചെയ്യാവുന്നതാണ്, ഡിസ്ക്രൈബ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ഓഫ് എ ടീച്ചർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ പോയിൻറ്റ്സുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാരി വലിച്ച് എഴുതാവുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെയാണ് മറ്റ് 6 വരെയുള്ള ക്വസ്റ്റ്യൻസും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഡിസ്കസ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ ടീച്ചർ. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ ടീച്ചർ, അത് തന്നെയാണ് 4ാമത്തെ ക്വസ്റ്റ്യനും. ഡിസ്ക്രൈബ് ദി പ്രോസസ് ആൻഡ് സ്ട്രാറ്റജീസ് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ 2 കാര്യം പറഞ്ഞു. ഒന്ന്, റിഫ്ലക്റ്റീവ് ടീച്ചർ. 2, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ടീച്ചർ. അടുത്ത വരുന്ന എന്താണ്, അനലൈസ് ദ വേരിയസ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചേഴ്സ് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അതും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അടുത്തതും എന്ത് തന്നെയാണ്, പ്രൊഫഷണൽ എത്തിക്സ് ആണ്. അവിടെ വരുന്നത് അടുത്തത് പ്രൊഫഷണൽ എത്തിക്സ് ആണ്. ഈ ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇത് ചോദിക്കാൻ കുറച്ച് സാധ്യത കുറവാണ്, വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാൻ. കാരണം കണ്ടംപററി ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഈ ഒരു 7ാമത്തെ ക്വസ്റ്റ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് 1 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസിലാണ്. 1 മുതൽ 6 വരെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസിൽ 4 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. 1 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 4 കാര്യങ്ങളാണ്. 1, റിഫ്ലക്റ്റീവ് ടീച്ചർ. 2, പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ഓഫ് എ ടീച്ചർ. ദെൻ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ ടീച്ചർ. ദെൻ കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസിനാണ് ഇവിടെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് 5th യൂണിറ്റിൽ. ഏതാണ് 5th യൂണിറ്റ്? ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്നുള്ളത്. നോക്കുക, എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. Reflection is the process of thinking critically about an experience, situation, or event to gain insights, learn from mistakes and improve future actions എന്നുള്ളതാണ്. അറിയാലോ. Then it involves analyzing thoughts, feelings and actions to identify what worked well, what don't, then what could be done differently എന്നുള്ളതാണ്. റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലുള്ള മാറ്റത്തെ തന്നെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ റിഫ്ലക്റ്റീവ് ജേണൽ എന്നൊക്കെ പറയുന്നുണ്ട്. പുസ്തകം വായിക്കുക വഴിയോ അല്ലെങ്കിൽ മറ്റൊരു അധ്യാപകൻ്റെ ക്ലാസ് കേൾക്കുക വഴിയോ കാണുക വഴിയോ പഠിക്കുക വഴിയോ ഒബ്സർവ് ചെയ്യുക വഴിയോ ഒക്കെ നമുക്ക് നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ തന്നെയാണ്, നമ്മളിലുണ്ടാകുന്ന ചേഞ്ചസിനെ തന്നെയാണ് റിഫ്ലക്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. റിഫ്ലക്ഷൻ ഈസ് ദ പ്രോസസ് of thinking critically about an experience, situation or event to gain insights, learn from mistakes and improve future actions. അത് ഏതിലൂടെയാണ് നമ്മൾ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന, നമ്മൾ ക്ലാസ് ഒബ്സർവ് ചെയ്യുക വഴി കിട്ടുന്ന, നമ്മൾ മുന്നിൽ വരുന്ന കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഈ കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ റിഫ്ലക്ഷൻ നമ്മളിൽ ഉണ്ടാകുന്നത്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാം, നമ്മൾ മോഡിഫിക്കേഷൻസ് നടത്താം, നമ്മൾ ബിഹേവിയർ ചേഞ്ചസ് കൊണ്ടുപോകാം, നമ്മൾ ടീച്ചിങ് മോഡലുകൾ വേണമെങ്കിൽ മാറ്റാം. ഇങ്ങനത്തെ ഒക്കെ അതിലൂടെ സാധിക്കും. ഇറ്റ് ഇൻവോൾവ്സ് അനലൈസിങ് തോട്ട്സ്. നമ്മൾ തോട്ട്സുകളെ അനലൈസ് ചെയ്യുന്നു, നമ്മുടെ ഫീലിങ്സിനെ അനലൈസ് ചെയ്യുന്നു, നമ്മളെ ആക്ഷൻസിനെ അനലൈസ് ചെയ്യുന്നു. അതൊക്കെ നല്ലതാണോ ചീത്തയാണോ, ചെയ്തൊക്കെ പ്രവൃത്തിയൊക്കെ നല്ലതാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സ്വയമേ ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക? നമ്മൾ മുന്നിൽ വരുന്ന എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ വരുന്ന ഈവൻസിലൂടെ അല്ലെങ്കിൽ നമ്മളിൽ ഉള്ളിലുണ്ടാകുന്ന ഇൻസൈറ്റ്സിലൂടെ അല്ലെങ്കിൽ നമ്മളിൽ മുന്നിലുണ്ടാകുന്ന മിസ്റ്റേക്സിലൂടെ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയുന്നത്. ടെക്നിക്സ് ഫോർ റിഫ്ലക്റ്റീവ് ടീച്ചിങ്. റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിനുള്ള ടെക്നിക്സ് എന്താണ്? ഇപ്പോൾ റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് കുട്ടികളിൽ നമ്മളെ കണ്ടിട്ട്, നമ്മളൊരു റോൾ മോഡലായി കണ്ടിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മുടെ ഇമോഷൻ സ്റ്റെബിലിറ്റി, നമ്മുടെ ഇൻ്റലിജൻസ് കോഷൻസ്, ഇതൊക്കെ കുട്ടികൾ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും കുട്ടികൾക്ക് തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു മോഡൽ ആയിട്ടായിരിക്കണം നമുക്ക് കഴിയേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടി തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ജേർണലൈസിങ് നടത്താം, ജേർണലിംഗ് നടത്താം, എഴുതുക, നമ്മളുടെ തോട്ടുകളും ഫീലിങ്ങുകളൊക്കെ എഴുതി വെക്കുക. ദെൻ സെൽഫ് ക്വസ്റ്റ്യൻ നടക്കുക. നമുക്ക് നമ്മളോട് തന്നെ ഓരോ പ്രവൃത്തി നമ്മൾ ചെയ്യാൻ ഇറങ്ങുമ്പോഴും നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നല്ലതാണോ, ഞാൻ ഈ കൊടുക്കുന്ന സംഭവം നല്ലതാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. ദെൻ പിയർ ഒബ്സർവിങ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളെ
ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെയാണ് അത് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ഫീലിങ്സ് എൻ്റെ കടിഞ്ഞാണായി മാറുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിക്കാൻ പറ്റും. സ്റ്റുഡൻസ് ഫീഡ്ബാക്ക്, കുട്ടികളുടെ ഫീഡ്ബാക്ക്, നമ്മളെക്കുറിച്ച് കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുക്കുക വഴി നമുക്കതിൽ മാറ്റം വരുത്താൻ പറ്റും. ആക്ഷൻ റിസർച്ചുകൾ നടത്താം, അതായത് നമ്മൾ എന്ത് മാറ്റം കൊണ്ടുവരണം, എന്താണ് എന്നിലുള്ള വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷനുകൾ സെറ്റ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കൊണ്ടുവരാം. റിഫ്ലക്റ്റീവ് പോർട്ട്ഫോളിയോസ് സെറ്റ് ചെയ്യാം. എന്തൊക്കെ റിഫ്ലക്ഷൻസ് ആണ് എനിക്ക് എന്നിലുണ്ടാവേണ്ടത്, ആ പോയിൻറ്റ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ട് അത് ഇന്നത് ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടുവരാം. മൈൻഡ് മാപ്പിംഗ് നടത്താം. നമുക്ക് മൈൻഡിനെ പോസിറ്റീവ്, ഓൾമോസ്റ്റ് എല്ലാ സഹജമായിട്ടുള്ള ആളുകളിലും ഫസ്റ്റ് വരിക നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. എന്തൊരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. നിങ്ങൾ ന്യൂസുകളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂട്യൂബിലൊക്കെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 90-95% ന്യൂസുകളും നെഗറ്റീവ് കണ്ടൻ്റ് ആയിരിക്കും, നെഗറ്റീവ് ഇൻഫോർമേഷൻ ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവും. കാരണം എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ആളുകൾക്ക് താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് നമ്മൾ പോവില്ല, അല്ലെങ്കിൽ ചിന്തിക്കില്ല, നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവില്ല എന്ന് നമുക്ക് നമ്മുടെ മൈൻഡിനെ തന്നെ മാപ്പിംഗ് നടത്തിക്കൊണ്ട് ഇത് ചെയ്യാം. എന്നിട്ട് ഡീബ്രീഫിംഗ് നടത്താം. നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, ശരിയാണോ എന്നുള്ള തരത്തിൽ നമ്മൾ അതിനെ കീറി മുറിച്ച് അല്ലെങ്കിൽ ഓരോന്ന് എടുത്തെടുത്ത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് ഒരൊറ്റ സമയം കൊണ്ട് വരുന്നതല്ല, ഒരു സുപ്രഭാതത്തിൽ വന്നു ചേരുന്ന സാധനമല്ല. അത് ഗ്രാജുവലി വർഷങ്ങൾ കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും പ്രായം കൊണ്ടും മറ്റുമൊക്കെ വന്നു ചേരുന്ന കാര്യങ്ങളാണ് ഈ ഒരു റിഫ്ലക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 2 വർഷം B.Ed പഠിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ പ്രൊഫഷനിലേക്ക് ഇറങ്ങി കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് അതിൽ നിന്ന് നിങ്ങൾ തിരിമറി നടത്തി, നമ്മളിലും കുറേ വീഴ്ചകൾ വന്നു, എന്നിട്ട് അത് തിരുത്തി, എന്നിട്ട് കുറേ പ്രശ്നങ്ങൾ നേരിട്ടു, അങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മളിലൊരു റിഫ്ലക്ഷൻ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളിൽ ഉണ്ടാവണം, നമ്മളെ കണ്ടിട്ട് മറ്റുള്ളവർക്കും പഠിക്കാൻ കഴിയണം. ദെൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ദി ടീച്ചിങ് പ്രൊഫഷൻ എന്താണെന്നുള്ളത്. ഓൾപോർട്ടാണ്, ഒരു പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റാണ്, പേഴ്സണാലിറ്റി അസസ്മെൻറ്റിലെ സൈക്കോളജിസ്റ്റാണ് ഓൾപോർട്ട് എന്ന്. 1935 ആണ്. ഹാസ് ഡിഫൈൻഡ് ആറ്റിറ്റ്യൂഡ് ആസ് എ മെൻ്റൽ ആൻഡ് ന്യൂറൽ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ് ടു റെസ്പോണ്ട് ഓർഗനൈസ്ഡ് ത്രൂ എക്സ്പീരിയൻസസ് എക്സേർട്ടിംഗ് എ ഡയറക്റ്റീവ് ആൻഡ് ഡൈനമിക് ഇൻഫ്ലുവൻസ് ഓൺ ബിഹേവിയർ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീൽസിൽ കാണുന്ന ആറ്റിറ്റ്യൂഡല്ല, നമ്മൾ റീൽസിലൊക്കെ ഇങ്ങനെ നടന്നു വരുന്ന ആറ്റിറ്റ്യൂഡുകളുണ്ട്, ആ ആറ്റിറ്റ്യൂഡല്ല. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദം വന്ന മാനസികാവസ്ഥ എന്നുള്ളതാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിവുകളും വീഴ്ചകളും ഉയർത്തെഴുന്നേൽപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇന്നതൊക്കെയാണ്, എവിടെ റിയാക്ട് ചെയ്യണം, എന്ത് പറയണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളുടെ തലച്ചോറിലേക്ക് ഒരു ഫിക്സേഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു ധാരണ വരുന്നതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മെൻ്റൽ ആൻഡ് ന്യൂറൽ സ്റ്റേറ്റ്സ് ഓഫ് റെഡിനെസ് ടു റെസ്പോണ്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മെൻ്റൽ ആൻഡ് ന്യൂറൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്? ഈ ന്യൂറൽ നെർവസ് സിസ്റ്റം, നമ്മുടെ തലച്ചോറിലുള്ള നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെൻ്റൽ മാപ്പിങ്ങിന് ഉപകാരപ്പെടുന്ന സാധനമാണ്. നമ്മൾ വർഷങ്ങളായിട്ട് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ തന്നെ അതിനനുസരിച്ചുള്ള റിയാക്ഷൻസ് ആയിരിക്കും നമ്മുടെ തലച്ചോറിൽ ചിന്തകളുണ്ടാവുക. മൈൻഡിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മൈൻഡ് എന്ന് പറയുന്ന ഒരു ലിക്വിഡിലൂടെ ഒരു പാസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻ എന്നാണ് പറയുന്നത്. ആ ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻ തന്നെയാണ് തോട്ട് എന്ന് പറയുന്നത്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ആറ്റിറ്റ്യൂഡ് ന്യൂറൽ സിസ്റ്റമാണ്, ഒരു ന്യൂറൽ സ്റ്റേറ്റാണ്, ഒരു നമ്മുടെ മാനസിക സ്റ്റേറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് ഓൾപോർട്ട് അങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ് ടു പെർഫോം ആൻ ആക്ഷൻ. നമ്മളത് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾക്ക് യുക്തിസഹമായി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ യുക്തിസഹമായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ പിന്നിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ആ കുറേ അനുഭവങ്ങൾ ആയിരിക്കണം നമ്മുടെ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. അതാണ് എന്തെന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, then it is an observable trait which characterizes a person's thought and actions. Attitudes are ഈ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ പറയുന്ന വാക്കുകളും നമ്മൾ ചെയ്യുന്ന കാണിക്കുന്ന ആക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഈ സെൻറ്റൻസിലൂടെ പറയുന്നതാണ്. ആറ്റിറ്റ്യൂഡ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻട്രസ്റ്റിനും സെൻറ്റിമെൻറ്റ്സിനോടും കൂടുതൽ താല്പര്യം കാണിക്കുന്നവരുണ്ടാവും. അത് അത്തരത്തിലായിരിക്കും അവരെ ബ്രെയിനിനെ മോൾഡ് ചെയ്തിട്ടുണ്ടാവുക. അത്തരത്തിലായിരിക്കും ചെറുപ്പകാലം മുതലേ ആ വ്യക്തിയുടെ ബ്രെയിൻ മോഡിഫൈ ചെയ്ത് വന്നിട്ടുണ്ടാവുക. ദേ ഗൈഡ് ഇൻഡിവിജ്വൽസ് ടു സെലക്ട് ഒബ്ജക്ട്സ്, സിറ്റുവേഷൻസ് ആൻഡ് ഐഡിയ ഫോർ ദി എൻവയോൺമെൻറ്റ്. ദ ടീച്ചർ പ്രൊഫഷൻ റിക്വയർസ് സർട്ടൺ ഡൊമൈൻ ബിഹേവിയർ ഓഫ് ടീച്ചർ. അപ്പോൾ എന്താണ് ആറ്റിറ്റ്യൂഡ്
ആൻഡ് ദി ടീച്ചിങ് പ്രൊഫഷൻസ്. അപ്പം നമ്മൾ കുട്ടികളുടെ മുന്നിൽ വരുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതിന് പകരം, ഒരു ലേറ്റ് ആയതിന് പകരമോ അല്ലെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തതിന് പകരമോ അല്ലെങ്കിൽ പുസ്തകത്തിൽ കുത്തിവരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ ബുക്ക് കീറിയതിന് പകരമൊക്കെ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതിന് പകരം അത് എന്തുകൊണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് അതിലെന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ളതുണ്ടോ, എങ്കിൽ ആരെയാണ് ചീത്ത പറയേണ്ടത്, അപ്പോൾ അതൊക്കെ ലോജിക്കാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് നമ്മളെ പിന്നിൽ ഉണ്ടാവണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീരുമാനത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ പെട്ടെന്ന് മുൻവിധിയിലേക്ക് എത്തും. അവൻ തന്നെയാണ് അത് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇവൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിന് കാരണം അത് തന്നെയാണ് എന്നുള്ള ഒരു മുൻവിധിയിലേക്ക് എത്തുകയും നമ്മുടെ പ്രവർത്തനം പെട്ടെന്നാവുകയും ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടാവില്ല, ആറ്റിറ്റ്യൂഡ് ആക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെയും നമുക്ക് കുറച്ച് ടെക്നിക്സുകൾ യൂസ് ചെയ്യാം. കമ്മിറ്റ്മെൻറ്റ് ടു സ്റ്റുഡൻസ്, കുട്ടികളോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. റെസ്പെക്റ്റ് ആൻഡ് എമ്പതി ഉണ്ടായിരിക്കണം. അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടായിരിക്കണം. ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഫെയർനെസ് ഉണ്ടായിരിക്കണം. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിസർഷൻ ഉണ്ടായിരിക്കണം. പങ്ക്ച്വാലിറ്റി ആൻഡ് റിലയബിലിറ്റി ഉണ്ടായിരിക്കണം. അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇൻത്യൂസിയാസം ഉണ്ടായിരിക്കണം. റിഫ്ലക്ഷൻ ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇവയൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടുള്ള വേർഡുകളാണ്. ഇവയെ എല്ലാത്തിനും നമുക്ക് ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. യു ക്യാൻ വിൻ എന്നുള്ളൊരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആരാണ്, ഷിബുഗേര, അത് ചെഗുവേരല്ലേ? ഓക്കെ, അത് ചെഗുവേര. യു ക്യാൻ വിൻ എന്നുള്ള പുസ്തകത്തിൻ്റെ ഓതറുടെ പേരെന്താണ്? ഷിബുഗേര എന്നുള്ളതാണ്. ആ ഷിബുഗേര ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്. ഒരു 100 നില ബിൽഡിങ് നമ്മൾ പണിയുകയാണെങ്കിൽ അതിൽ 60 നിലയും അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഉണ്ടാവുക. ബാക്കി 40 നില മാത്രമേ മുകളിലുണ്ടാവുകയുള്ളൂ. ആ 40 നില, അതായത് 60 നിലയെയാണ് ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ 60 നില ആരും കാണില്ല, ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല, പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. പുറമേ കാണുന്നതല്ല ആറ്റിറ്റ്യൂഡ്, മറിച്ച് നമ്മുടെ ഇൻറ്റേർണലായിട്ട് നമ്മുടെ ഉള്ളിലുള്ളതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു ചെടിയെ എടുത്ത് നോക്കിയാൽ, ഒരു ആൽമരത്തെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആൽമരത്തിൽ മുകളിൽ കാണുന്ന ആൽമരത്തിൻ്റെ 4 ഭാഗവും താഴത്തായിരിക്കും ഉണ്ടാവുക. 4ൽ 3 ഭാഗവും താഴത്തായിരിക്കും ഉണ്ടാവുക. ബാക്കി ഒരു ഭാഗം മാത്രമേ മുകളിൽ കാണുന്ന ശിഖരങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ 4ൽ 3 ഭാഗം കാണുന്ന വേരുകളെയാണ് എന്തെന്ന് പറയുന്നത്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ വേരുകൾ സഞ്ചരിച്ച വഴി, ആ വേരുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളെല്ലാം ആ വേരിന് മാത്രമേ അറിയുള്ളൂ. അത് മറ്റുള്ള പുറത്തുള്ള ആളുകൾക്ക് അറിയുന്നതായിരിക്കില്ല. അത് തന്നെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത്. ദെൻ പ്രൊഫഷണൽ എത്തിക്സ് ഫോർ സ്കൂൾ ടീച്ചേഴ്സ് എന്താണെന്നുള്ളത്. പ്രൊഫഷണൽ എത്തിക്സ് ആർ ദി ഗൈഡ് ലൈൻസ് ഓഫ് കോഡ് ദാറ്റ് പ്രൊവൈഡ് ഡയറക്ഷൻ ഇൻ എൻഹാൻസിങ് ദ ഡിഗ്നിറ്റി ഓഫ് ആൻ പ്രൊഫഷണൽ വർക്ക് എന്നുള്ളതാണ്. അതായത് ഒരു ഗൈഡ് ലൈൻസ് ആണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഒരു ഗൈഡ് ലൈൻസ് ഓഫ് കോഡ് തന്നെയാണെന്നാണ്. ഡിഗ്നിറ്റിയെയാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വത്തെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്, മാന്യതയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ഫെൽറ്റ് ദാറ്റ് ടു എൻഷുർ ഇറ്റ്സ് ഡിഗ്നിറ്റി ദ സ്റ്റേറ്റ്സ് ഓഫ് ടീച്ചിങ് പ്രൊഫഷൻ ഈസ് ടു ബി റേസ്ഡ് എന്നുള്ളതാണ്. അപ്പം പ്രൊഫഷണൽ എത്തിക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൂല്യങ്ങളാണ് എത്തിക്സ് എന്ന് പറയുന്നത്. മൊറൽസിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത് അല്ലേ, വാല്യൂസിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂസ് അല്ലെങ്കിൽ ഒരു എത്തിക്കൽ കമ്മിറ്റ്മെൻറ്റ്, ഒരു പ്രൊഫഷണൽ എത്തിക്സ് നമുക്ക് നമ്മുടെ ടീച്ചിങ്ങിനോട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ഡിഗ്നിറ്റി ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്, മാന്യമായിട്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഡ്രസ്സിങ് ആണെങ്കിലും, നമ്മുടെ സംസാരമാണെങ്കിലും, നമ്മുടെ ബിഹേവിയർ ആണെങ്കിലും, നമ്മുടെ ചിന്താഗതികളാണെങ്കിലും, നമ്മൾ ഇമോഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതാണെങ്കിലും എല്ലാത്തിനും എന്തുണ്ടാവണം, ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതിന് തന്നെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രാറ്റജീസ് ഫോർ ടീച്ചേഴ്സ് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ഞാൻ അടുത്തൊരു ചോദ്യം പറഞ്ഞിട്ടുണ്ട്, ആ ചോദ്യമാണ് ഇവിടെ പറയുന്നത്. സ്ട്രാറ്റജീസ് ഫോർ ടീച്ചേഴ്സ് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്നത് എന്താണ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇൻട്രൊഡക്ഷനിലൂടെ. പക്ഷേ ഈ പോയിൻറ്റ്സുകൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വർക്ക്ഷോപ്സ് ആൻഡ് കോൺഫറൻസുകൾ കണ്ടക്ട് ചെയ്യുക, ഓൺലൈൻ കോഴ്സുകൾ, വെബിനാറുകൾ നടത്തുകയും അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക, മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസുകൾ നടത്തുക അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുക, പിയർ കോച്ചിങ്ങുകൾ നടത്തുക, ആക്ഷൻ റിസർച്ചുകൾ നടത്തുക, റിഫ്ലക്റ്റീവ് ജേർണലിസിംഗ് നടത്തുക, ദെൻ ലെസൺ സ്റ്റഡി നടത്തുക, സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് നടത്തുക, കോച്ചിങ് ആൻഡ് ഫീഡ്ബാക്കുകൾ നടത്തുക, പേഴ്സണൽ ലേണിംഗ് കമ്മ്യൂണിറ്റീസ് കൊണ്ടുവരിക. അപ്പോൾ നമ്മളൊരു ടീച്ചിങ് മേഖലയിലേക്ക് നടന്നു. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്സ് ടീച്ചേഴ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്സുകൾ ഉയർത്തണമെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ കഴിവുകൾ ഉയർത്തണമെങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും ഒരേപോലെ നിൽക്കരുത്, മറിച്ച് ഇങ്ങനത്തെ ട്രെയിനിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഒന്ന്, വർക്ക്ഷോപ്സ്, കോൺഫറൻസുകൾ; 2, ഓൺലൈൻ കോഴ്സസ്, വെബിനാറുകൾ, മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസുകൾ, പിയർ കോച്ചിങ്ങുകൾ, ആക്ഷൻ റിസർച്ചുകൾ, റിഫ്ലക്റ്റീവ് ജേർണലൈസിംഗ്, ദെൻ ലെസൺ സ്റ്റഡി, സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്, കോച്ചിങ് ആൻഡ് ഫീഡ്ബാക്സുകൾ, പ്രൊഫഷണൽ ലേണിംഗ് കമ്മ്യൂണിറ്റീസ്.
ഇത്രയുമാണ് ഇതിൽ വരുന്നത് സ്ട്രാറ്റജീസ് ഫോർ ടീച്ചേഴ്സ് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്സിൽ അത് എന്തൊക്കെയാണെന്നുള്ളത് ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഞാൻ പറഞ്ഞു 5th യൂണിറ്റിൽ റിഫ്ലക്റ്റീവ് ടീച്ചർ എന്താണെന്നും പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ഓഫ് എ ടീച്ചർ എന്താണെന്നും കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ ടീച്ചർ എന്താണെന്നും അതിൻ്റെ സ്ട്രാറ്റജീസ് എന്താണെന്നും കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 യൂണിറ്റുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലം എന്നതിൻ്റെ 4th ഉം 5th യൂണിറ്റിലേക്കാണ്. അതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇതേപോലെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടംപററി ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നുള്ളതും പെഡഗോഗിക്കൽ സബ്ജക്റ്റ് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക ഇപ്പോൾ ഇനി എന്താണ് ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലത്തിൻ്റെ 4th and 5th യൂണിറ്റാണ്. അതിനുശേഷം പെഡഗോഗിക്കൽ സബ്ജക്റ്റിൻ്റെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്തതിലേക്ക് പോവുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.